നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ക്ലബ്ബ് പാൽമെറാസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്ന ആദ്യ ടീമായിട്ട് മാറിയിരിക്കുകയാണ്. സഹ ബ്രസീലിയൻ ക്ലബ്ബായ ബൂട്ടഫാഗോയെയാണ് അവർ റൗണ്ട് ഓഫ് 16 പരാജയപ്പെടുത്തിയത്. എക്സ്ട്രാ ടൈമിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം അവർ സ്വന്തമാക്കിയായിരുന്നു. പൗലീഞ്ഞോയാണ് കളിയുടെ 100ാമത്തെ മിനിറ്റിൽ അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ പാൽമെറാസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിക്ടർ റോക്ക്, എസ്റ്റവായ വില്യൻ, മൗറീസിയോ, അല്ലൻ എന്നിവരൊക്കെ ഒരുമിച്ചിറങ്ങിയിരുന്നു. മറുഭാഗത്താവട്ടെ സാവഡീനോ, ഇഗോർ ഹീസസ്, ആർദർ തുടങ്ങിയവർ ചേർന്നുകൊണ്ടാണ് ബൂട്ടഫാഗയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. ഇരു ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടത്തിയ ഒരു മത്സരം തന്നെയാണ്. ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം കണ്ട കളിയാണ്. 90 മിനിറ്റ് പൂർത്തിയാകുമ്പോഴും ആ ഡെഡ് ലോക്ക് അതുപോലെ നിന്നപ്പോൾ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൽ 100ാമത്തെ മിനിറ്റിലാണ് പൗലീഞ്ഞോയുടെ വിജയ ഗോൾ വന്നത്. ആ ഗോളിന് അവർ വിജയിച്ച് കയറിയതോടുകൂടി ഇതാ ബ്രസീൽ ക്ലബ്ബായ പാൽമെറാസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ക്വാർട്ടറിൽ അവരുടെ എതിരാളികൾ ചെൽസിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.